ഓക്കെ, അപ്പൊ ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു. ബ്രൗണിയും കഴിച്ച ഏകദേശം തീരാറായി. അടിപൊളി സാധനമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. ഞങ്ങൾ കഴിച്ച് പകുതിയാക്കി. നമുക്ക് മട്ട പിടിക്കില്ല, അതാണ് ഇതിന്റെ. സാധാരണ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര നമ്മള് മട്ട പിടിക്കുന്ന പോലത്തെ മധുരമല്ലേ, ഒരു ഇതും ഇല്ല. നല്ല പെർഫെക്റ്റ്. അതെ, എല്ലാം അടിപൊളിയാ. നമ്മൾ കുറച്ചുകൂടി സ്ട്രോബെറിയുടെ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഇച്ചിരി ഒരു മേളിൽ നിൽക്കണം. അപ്പൊ അടുത്ത കഴിച്ച് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വ്ലോഗ്. ഇന്ന് ഞങ്ങളൊരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോണേ. ഞങ്ങള് ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിച്ചു. ആ ഷോപ്പിന്റെ പേര് അമ്മു പറയും. അതെ, വൈദേഹി സ്റ്റോഴ്സിൽ ഞങ്ങൾ ഒരു സാധനം മേടിച്ചു. ഞങ്ങള് പണ്ട് കഴിച്ചിട്ടുള്ളതാ, പക്ഷെ ഞങ്ങൾ വീണ്ടും ഇഷ്ടപ്പെട്ടോണ്ട് വീണ്ടും മേടിച്ചു. അതിലൊരു സാധനത്തിന്റെ ഒരു പുതിയൊരു വെർഷനും കൂടെ ഞങ്ങൾ മേടിച്ചു അല്ലേ. അപ്പൊ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. കണ്ടോ കണ്ടോ അമ്മു, ഇത് എന്താന്ന് പറയൂ? ആ, ഞങ്ങള് ചോക്ലേറ്റിന്റെ ഡോണറ്റ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ സ്ട്രോബെറി ഞങ്ങള് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പിന്നെ ഡ്രീംസ് ബ്രൗണി എലൈറ്റിന്റെ ഇതും അടിപൊളി സാധനം. പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, ഞങ്ങള് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട റിവ്യൂ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. ഓക്കെ, ഇപ്പൊ നമുക്കിത് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്ട്രോബെറിയുടെ ഡോണറ്റ് കഴിക്കാം. ഇത് കൂബ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. സംഭവം അടിപൊളിയാ, പൊട്ടില്ല. ഓക്കെ, ഫസ്റ്റ് അമ്മ ബൈക്ക് സംഭവം അടിപൊളിയാണ്. കാണുമ്പോ തന്നെ കൊതി വരും. നമുക്ക് കാണിച്ച് ഇതാണ് സാധനം. നല്ല സോഫ്റ്റ് ഫ്ലഫി സാധനമാണ്. കഴിച്ചോ, എങ്ങനെയുണ്ട്? കഴിച്ചോ വേട്ടെ. ചോക്ലേറ്റ് വെച്ച പോലെ തന്നെ നല്ല സോഫ്റ്റ് സാധനം. ചില ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടുള്ള ഡോനറ്റ് ഒക്കെ കിട്ടാറുണ്ടല്ലേ, പക്ഷെ നല്ല സോഫ്റ്റാ. ട്രസ്റ്റ് ഡോനറ്റ് അല്ല, ഇത് കഴിക്കാം. ഓക്കെ, ഞങ്ങള് നെക്സ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്താണ്, നിങ്ങൾക്കും കൂടെ വേണ്ടിട്ട് ഒന്നും കൂടെ കഴിക്കാൻ പോവാണ്. കൂബ എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് കൂബ വരില്ലേ, അടിപൊളി സാധനം. കാണുമ്പോ തന്നെ തിന്നാൻ ഭയങ്കര ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്യുന്നൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞു. ഡോനറ്റ് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ അതിലും അടിപൊളി. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും ഡോനറ്റിന് ജസ്റ്റ് 25 rupees ഉള്ളൂ. അതാണ് കണ്ടോ, ഞങ്ങളെ പൊലിപ്പിച്ച് വഴക്കൊന്നും തീർന്നു. എങ്ങനെയുണ്ട്? പറയേണ്ട ആവശ്യമില്ല. അടിപൊളി. നമ്മൾ 25 രൂപ ഉള്ളൂ, അതാണ് വേറെ എനിക്ക് സ്ട്രോബെറി ഇഷ്ടപ്പെട്ടു, പിന്നെ ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് അവളെ ഓർഡർ മേടിച്ചതായിരുന്നു. ഇനി അതൊരു ബ്രൗണി കാണിക്കാം. എലൈറ്റിന്റെ ബ്രൗണി. ഇതിന്റെ റേറ്റും ജസ്റ്റ് 20 rupees ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ചാൽ നല്ല കട്ടിയായിരിക്കും. പക്ഷെ ഇത് റേറ്റ് കുറവാന്ന് പറഞ്ഞ് ടേസ്റ്റിന് പ്രശ്നമൊന്നും വരില്ല എന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട. അടിപൊളി ടേസ്റ്റാ, നല്ല സാധനം. ഇത് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ ഇവിടെ ഒരു വൈദേഹി സ്റ്റോഴ്സ് ഉണ്ട്. ആ സ്റ്റോറിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഉപ്പ് തൊട്ട് കറക്കം ഓൾ ടൈം ഫേവറേറ്റ്. അമ്മുന് ആരും അമ്മു ഇതൊക്കെ കൊണ്ട് മേടിച്ച് കഴിക്കാൻ പഠിപ്പിച്ച ആള്? വെറുതെ കഴിക്കണമെന്നല്ല, കാശ് കളയാൻ വേണ്ടിയല്ല. നിങ്ങൾ ടേസ്റ്റ് പ്രതീക്ഷിച്ച് തന്നെ പോയി കഴിച്ചോ. ഞങ്ങൾ ഇന്ന് ഉറപ്പ് വരും. വൈദേഹി സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും കിട്ടും. ഡ്രീംസിന്റെ ബ്രൗണി ഞങ്ങൾ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് വൈദേഹി സ്റ്റോഴ്സിലെ ആൾക്കാരാണ്. അതിന്റെ ഓണറിന് ഞങ്ങൾ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു പറഞ്ഞേക്ക്. അമ്മുവിന്റെ പേരുള്ള കടയാ. കഴിച്ചോ, അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലും നഷ്ടം തോന്നില്ല. നല്ല കാണുമ്പോ ഭയങ്കര കട്ടിയായിട്ട് തോന്നും, പക്ഷെ കഴിക്കുമ്പോ ഒക്കെ അറിയാം ഇട്ട ഉടനെ അലിഞ്ഞു പോകും. സാധനം കണ്ടോ, അല്ല മറ്റേ പഞ്ഞു പോലെ ഇരിക്കുന്ന സാധനം. നിങ്ങൾ എന്തായാലും നഷ്ടം പറ്റില്ല, ഉറപ്പുള്ള കാര്യം. ഞങ്ങള് ഇത് ഇഷ്ടപ്പെട്ട് വീണ്ടും 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 കഴിക്കണ ഒരു സാധനമാണ്. എത്ര കഴിച്ചാലും മടുക്കൂല. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു. എങ്ങനെയുണ്ട് അമ്മു? അമ്മു എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ബ്രൗണിയുടെ റിവ്യൂ പറ. സൂപ്പർ. ഔട്ടറോ നിങ്ങൾ ഇതെന്തായാലും പോയി കഴിക്കണം. ഞാൻ എത്ര നേരം പറഞ്ഞോളൂ, നീ ഒന്നും പറഞ്ഞില്ല. എന്താ പറയാ, നീ പറഞ്ഞോ. ഔട്ടറോ നീ പറ. ഓക്കെ, സൂപ്പർ ആയിരുന്നു. കൊറേ സാധനം മറ്റേ അമ്മയുള്ള പഞ്ചസാര ഇല്ലേ, കളറിലുള്ള പഞ്ചസാര, അതൊക്കെ ഇട്ടിട്ടായിരുന്നു തന്നെ. ഓ അതെ അതെ. ഇതാണ് അവൾ ഉദ്ദേശിച്ചത്. അതിന്റെ പേരറിയാൻ മേലാത്തോണ്ടാട്ടോ. ഷുഗർബോളൊന്നും പറയാം. അതൊന്നും പറഞ്ഞേ. അതുകൊണ്ടാണ് ചെറിയൊരു പോസ്റ്റ് വന്നത്. അതെ, മുൻ ചെറുതായിട്ട് പേടിയുണ്ട്.
പറഞ്ഞോ ഒരു പൂച്ചയുടെ മാതൃത്യം. അതുകൊണ്ടാട്ടോ എല്ലാവരും പൂച്ച സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം. അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നവരെ ഇങ്ങോട്ട് നോക്കില്ല അമ്മു.